അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുണ്ടാവും ഇലക്ഷൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ ആയിട്ടുള്ള ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ജാഥ പോണത് കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. നമ്മൾ ഏത് പാർട്ടിയാണോ ഏതോ ജയിക്കണോ തോൽക്കണോ അങ്ങനെ ഒന്നുമല്ല, ജാഥ എവിടെ ഉണ്ടോ അവിടെ നമ്മളുണ്ടെന്നുള്ള കേട്ടോ. അപ്പോൾ അങ്ങനെ അതാ ഇവിടെ എൻ്റെ വീട്ടിലുള്ളത്. അപ്പോൾ എൻ്റെ വീട്ടിലിങ്ങനെ ജാഥ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇന്നിപ്പോൾ എന്തോ ലാസ്റ്റ് ദിവസം ഒരു ഭയങ്കര ആഘോഷവും കാര്യങ്ങളൊക്കെ ആവുമല്ലോ. അപ്പോൾ അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. ഏത് പാർട്ടി ജയിക്കണോ തോൽക്കണോ എന്നല്ല, ജയിക്കണ പാർട്ടി എന്തായാലും നാട് നന്നാക്കിയാൽ മതി. അപ്പം നമുക്കറിയാലോ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ആൾക്കാർ എങ്ങനെ ഉണ്ടാവും, നമ്മൾ നാട് നോക്കുമോ ഭരിക്കുമോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ നോക്കുക. അതിനനുസരിച്ച് എന്താക്കുക എല്ലാവരും വോട്ട് ചെയ്യുക. പിന്നെ ഇപ്പം എന്താ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ആഘോഷം കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു. ബാക്കി ഫുള്ള് ഇവിടെ വലത്തങ്ങനെ അങ്ങാടിയിലാണ്. എന്തായാലും ഇപ്പം നമുക്കത് പോയി കാണാനൊന്നും പറ്റില്ല. അപ്പം ഞമ്മളുണ്ടാക്കി ഇത് കണ്ടിട്ട് തൃപ്തിയായി. അങ്ങാടിയിൽ പിന്നെ എല്ലാ പാർട്ടിക്കാരുണ്ടായിരുന്നു കേട്ടോ. ലീഗും മാർക്സിസ്റ്റും എല്ലാവരും ഉണ്ടായിരുന്നു. വലിയ പരിപാടി ഉണ്ടായിരുന്നത്. പക്ഷെ രസമാണ് കേട്ടോ. ഇതുവരെ വൈകുന്നേരം ഇതിൽ ഫസ്റ്റ് വീഡിയോ ആണല്ലോ. വൈകുന്നേരം നമ്മളെ റോഡിൻ്റെ ആയിക്കൂടെ ഇങ്ങനെ പോയി. അപ്പോൾ എല്ലാവരും നല്ലോണം ചിന്തിച്ച് കാണാൻ എന്തൊക്കെ ഇപ്രാവശ്യം വോട്ട് ചെയ്യുക. ആര് ജയിച്ചാലും നമുക്ക് നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ആര്